വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മളൊരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 2025 നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് വീക്ക്ലി കേട്ട് പോയാലും അല്ലെങ്കിൽ മന്ത്ലി കേട്ട് പോയാലും അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് വീണ്ടും പഴയ കറണ്ട് അഫയേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ ബോളിവുഡ് നടൻ ആരാണ്? ധർമ്മേന്ദ്രയാണ്. 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ ബോളിവുഡ് നടനാണ് ധർമ്മേന്ദ്ര എന്ന് പറയുന്നത്. അദ്ദേഹം ബോളിവുഡിൻ്റെ ഹീമാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് ദിൽ ഭി തേരാ ഹം ഭി തേരെ എന്നുള്ളത്. അദ്ദേഹത്തിന് 2012 പത്മഭൂഷൺ ലഭിച്ചത്. എങ്ങാനും ചോദിക്കുകയാണ് പറഞ്ഞാൽ 2012 പത്മഭൂഷൺ ലഭിച്ചതും ഓർത്തു വയ്ക്കുക. അദ്ദേഹമാണ് ബോളിവുഡിൻ്റെ ഹീമാൻ എന്നറിയപ്പെട്ടത് ഓർത്തു വയ്ക്കുക. 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ ബോളിവുഡ് നടനാണ് ധർമ്മേന്ദ്ര എന്നും ഓർത്തു വയ്ക്കുക. ബോളിവുഡിൻ്റെ ഗരം ധരം എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ബോളിവുഡിൻ്റെ ഗരം ധരം എന്നും അറിയപ്പെട്ടു. 2004 മുതൽ 2009 വരെ രാജസ്ഥാനിലെ ബിക്കാനീർ പ്രതിനിധാനം ചെയ്തു. BJP ടിക്കറ്റിൽ ലോക്സഭ MP ആയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2004 മുതൽ 2009 വരെയുള്ള സമയത്ത് രാജസ്ഥാനിലെ ബിക്കാനീറിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ട് BJP ടിക്കറ്റിൽ ലോക്സഭ MP ആയ വ്യക്തി കൂടിയാണ്. കേരള ബാങ്ക് പ്രസിഡന്റായി സ്ഥാനമേറ്റത് ആരാണ്? P. മോഹനനാണ്. കേരള ബാങ്ക് പ്രസിഡന്റായി സ്ഥാനമേറ്റത് P. മോഹനനാണ്. 2025 നവംബറിൽ അന്തരിച്ച ജമൈക്കൻ സംഗീതജ്ഞനും നടനുമായ വ്യക്തിയാണ് ജിമ്മി ക്ലിഫ് എന്ന് പറയുന്നത്. ജമൈക്കൻ സംഗീതജ്ഞനും നടനുമായ വ്യക്തിയാണ് ജിമ്മി ക്ലിഫ് എന്ന് പറയുന്നത്. 2025 നവംബറിൽ അന്തരിച്ച ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഷാലു മരതക തിക്കമ്മയാണ്. ഷാലു മരതക തിക്കമ്മ ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഷാലു മരതക തിക്കമ്മയാണ്. മരിച്ചത് 2025 നവംബറിലാണ്. ഇനി നമുക്ക് കായികത്തിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കാം. 2025 നവംബറിൽ വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ് 2025 നവംബറിൽ വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയത്. തുടർച്ചയായ രണ്ടാം കിരീടമാണ്. ഫൈനലിൽ ചൈനീസ് തായ്പേയിയാണ് തോൽപ്പിച്ചത്. വേദി ബംഗ്ലാദേശിലെ ധാക്കയാണ്. അപ്പോൾ 2025 വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ധാക്കയാണ്. അതിൽ തുടർച്ചയായ രണ്ടാം കിരീടം നേടിയതും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഫൈനലിൽ ചൈനീസ് തായ്പേയിയാണ് തോൽപ്പിച്ചത്. 2025 ഡേവിഡ്സ് കപ്പ് ജേതാക്കൾ ആരാണ്? ഇറ്റലി. ഡേവിഡ്സ് കപ്പ് ജേതാക്കൾ ഇറ്റലിയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ 1300 ഗോൾ പങ്കാളിത്തം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മെസ്സിയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ 1300 ഗോൾ പങ്കാളിത്തം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മെസ്സിയാണ്. 2025 നവംബറിൽ 5 മുതൽ 10% വരെ ഓഹരികൾ വിൽക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപനം നടത്തിയത് ഏത് ഫുട്ബോൾ ക്ലബ്ബാണ്? റയൽ മാഡ്രിഡ് ആണ്. 2025 നവംബറിൽ 5 മുതൽ 10% വരെ ഓഹരികൾ വിൽക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം നടത്തിയത് ഏത് ഫുട്ബോൾ ക്ലബ്ബാണ്? റയൽ മാഡ്രിഡ് ആണ്. കാഴ്ചാ പരിമിതർക്കായുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. കാഴ്ചാ പരിമിതർക്കുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. അതുപോലെ അപ്പോൾ ഇന്ത്യയുടെ നമ്മൾ 2 ഓർത്ത് വയ്ക്കാനായി. ഒന്ന്, വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. അതുപോലെ കാഴ്ചാ പരിമിതർക്കായുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതും ഇന്ത്യയാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാണ്? എൽദോസ് പോളാണ്. അദ്ദേഹം ഒരു ട്രിപ്പിൾ ജമ്പ് താരമാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ഓർത്തു വയ്ക്കുക. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് എൽദോസ് പോളാണ്. അദ്ദേഹം ട്രിപ്പിൾ ജമ്പ് താരമാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം
ഇന്ത്യയാണ്. അപ്പോൾ മൂന്നാമത് ഒന്നുകൂടെ ഓർക്കുക, ബംഗ്ലാദേശിലെ ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യവും നമ്മുടെ ഇന്ത്യയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. ലോകകപ്പ് ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? യാവോഹിർ സിന്ദ്രോവാണ്. ഇന്ത്യയുടെ 27ാമത് വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇഷ ശർമ്മയാണ്. ഇന്ത്യയുടെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇഷ ശർമ്മയാണ്. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതൻ ആയത് ആരാണ്? രോഹിത് ശർമ്മ. ICC പുരുഷ ലോകകപ്പ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് രോഹിത് ശർമ്മയാണ്. നാഷണൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വിക്രം നാഥാണ്. സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു ഇന്ത്യയുടെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് പറഞ്ഞ ഇഷ ശർമ്മ. അതുപോലെ സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ലക്ഷ്യ സെൻ ആണ്. ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് സരയു വെൽപുലയാണ്. ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? സരയു വെൽപുലയാണ്. 2025 നവംബറിലാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത്. ഇവരെന്താണ്? ഒരു തെലങ്കാന സ്വദേശി കൂടിയാണ്. ഇന്ത്യയിൽ ഇതുവരെ 27 ഗ്രാൻഡ് മാസ്റ്റർമാരുണ്ട്. അതിൽ 27ാമത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഇഷ ശർമ്മയാണ്. 2026 നടക്കുന്ന വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് മുന്നോടിയായി 2025 നവംബറിൽ നടന്ന മെഗാ ലേലത്തിലെ വിലയേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപ്തി ശർമ്മയാണ്. 2026 നടക്കുന്ന വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് മുന്നോടിയായി 2025 നവംബറിൽ നടന്ന മെഗാ ലേലത്തിലെ വിലയേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപ്തി ശർമ്മയാണ്. FBMS സിസ്റ്റം, അതായത് ഫാമിലി ബെനിഫിറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പുറത്തിറക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ക്ഷേമ പദ്ധതികളുടെയും പൊതുസേവനങ്ങളുടെയും വിതരണത്തിനായി ഓരോ വീടിനെയും ഒരൊറ്റ യൂണിറ്റായി കണക്കാക്കുന്ന ഡാറ്റ അധിഷ്ഠിത ചട്ടക്കൂടാണ് ഫാമിലി ബെനിഫിറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. മാരിടൈം മേഖലയുടെ വികസനത്തിനും പശ്ചാത്തല സൗകര്യ വിപുലീകരണത്തിനും എളുപ്പത്തിൽ പണം ലഭ്യമാക്കാൻ പുതിയ ബാങ്കിതര ധനകാര്യ കമ്പനിക്ക് രൂപം നൽകിയ കേന്ദ്ര സർക്കാർ സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് SMFCL എന്ന പേരിൽ രാജ്യത്ത് ആദ്യ മാരിടൈം NBFCക്കാണ് തുടക്കമായിരിക്കുന്നത്. അപ്പോൾ മാരിടൈം മേഖലയിലെ വികസനത്തിനും പശ്ചാത്തല സൗകര്യ വിപുലീകരണത്തിനും എളുപ്പത്തിൽ പണം ലഭ്യമാകാനും കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പുതിയ ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ എന്ന പേരിൽ FMFCL എന്ന പേര് രാജ്യത്തെ ആദ്യ മാരിടൈം NBFCക്കാണ് തുടക്കമായിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 144490 ആണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ 144490. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പൽ INS മാഹിയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പൽ ഏതാണ്? INS മാഹിയാണ്. മുംബൈയിലാണ് ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാഹിയെ നിശബ്ദ വേട്ടക്കാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാഹിയെ എന്താണ് അറിയപ്പെടുന്നത്? നിശബ്ദ വേട്ടക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേദ കപ്പലിൽ ആദ്യത്തേതാണ് മാഹി എന്ന് പറയുന്നത്. നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽ നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേദ കപ്പലിൽ ആദ്യത്തേതാണ് മാഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പലാണ് INS മാഹി. ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ തീരദേശ പെട്രോളിംഗ് എന്നിവയാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. INS മാഹിയുടെ ചിഹ്നത്തിൽ നമ്മുടെ ഉറുമിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ തീരദേശ പെട്രോളിംഗ് എന്നിവയാണ് INS മാഹിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
INS മാഹിയുടെ ചിഹ്നത്തിൽ ഉറുമിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളമാണ് നേമ എന്ന് പറയുന്നത്. കിഴക്കൻ ലഡാക്കിലെ സമുദ്രനിരപ്പിൽ 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച വ്യോമതാവളം നേമ 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണ ഇന്ത്യൻ യുദ്ധവിമാനമാണ് തേജസ്. 2025 നവംബർ ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണ ഇന്ത്യൻ യുദ്ധവിമാനം ഏതാണ്? തേജസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കുർണൂൾ, ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കുർണൂൾ, ആന്ധ്രാപ്രദേശിലാണ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? പി മോഹനൻ. നമ്മളവർക്ക് പറഞ്ഞു കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് പി മോഹനനാണ്. എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് 2025 നവംബറിൽ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലി ഹബ്ബിയാണ്. 12,000 വർഷമായി നിദ്രയിലായിരുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇത്. ഹെയ്ലി അഗ്നിപർവ്വതമാണ്, എത്യോപ്യയിലാണ്. 2025 ജൂലൈ 15 ലോകാരോഗ്യ സംഘടന ഏത് ആഫ്രിക്കൻ രാജ്യത്തെയാണ് ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ചത്? സെനഗലാണ്. 2025 ജൂലൈ 15 ലോകാരോഗ്യ സംഘടന ഏത് ആഫ്രിക്കൻ രാജ്യത്തെയാണ് ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ചത്? സെനഗലാണ്. ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടായിരുന്നു. 2025 നവംബർ 10 മുതൽ 21 വരെയാണ് ഈ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ആമസോൺ മഴക്കാടുകളുടെ പ്രാന്തപ്രദേശത്ത് ഉച്ചകോടി നടന്നതെന്നത് വനസംരക്ഷണത്തിൻ്റെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും പ്രാധാന്യം വിളിച്ചോതുന്നത് കൂടിയാണ്. അപ്പോൾ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടി വേദി ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടാണ്. 2025 നവംബറിൽ യൂണിസെഫ് സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതനായ തെന്നിന്ത്യൻ ചലച്ചിത്ര താരമാണ് കീർത്തി സുരേഷ്. 2025 യൂണിസെഫ് സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതനായ തെന്നിന്ത്യൻ ചലച്ചിത്ര താരം കീർത്തി സുരേഷ്. പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകിയ രാജ്യം ബോട്സ്വാനയാണ്. പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ 8 ചീറ്റകൾ ഇന്ത്യക്ക് നൽകിയ രാജ്യമാണ് ബോട്സ്വാന എന്ന് പറയുന്നത്. 2026 നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി വേദി ഏതാണ്? ഡൽഹിയാണ്. 2026 നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി വേദി ഡൽഹിയിലാണ്. 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസിന് വേദിയാകുന്നത് മുംബൈ. 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസിന് വേദിയാകുന്നത് മുംബൈയാണ്. ഇന്ത്യയിലെ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ മലപ്പുറത്തെ കോട്ടക്കലാണ്. 2025 നവംബറിൽ GI ടാഗ് ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നം ഏതാണ്? പന്ന വജ്രമാണ്. 2025 നവംബർ GI ടാഗ് ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നമാണ് പന്ന വജ്രം. 2025 നവംബറിൽ ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അമിത് അഗർവാളാണ്. 2025 നവംബറിൽ ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറിയായി നിയമിതനായത് അമിത് അഗർവാളാണ്. 2025 നവംബറിൽ സെബിയുടെ മുഴുവൻ സമയ മെമ്പറായി നിയമിതനായത് ആരാണ്? സന്ദീപ് പ്രധാനാണ്. 2025 നവംബറിൽ സെബിയുടെ മുഴുവൻ സമയ മെമ്പറായി നിയമിതനായത് സന്ദീപ് പ്രധാൻ. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് സുനിൽ പാലിവാളാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് സുനിൽ പാലിവാളാണ്. ജോയൽ ക്രെഡിറ്റിംഗ് മെക്കാനിസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഉഭയകക്ഷി സംരംഭമാണ്? ജപ്പാനുമായിട്ടുള്ളതാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദി ആകുന്നത് ജോഹാനസ്ബർഗാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജോഹാനസ്ബർഗാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ട്രായ് ഏർപ്പെടുത്തിയ പുതിയ നമ്പർ സീരീസാണ് 1600 എന്നത്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ട്രായ് ഏർപ്പെടുത്തിയ പുതിയ നമ്പർ സീരീസാണ് 1600. 2025 നവംബറിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് ലളിതമായും വേഗത്തിലും പൂർത്തിയാക്കാൻ NPCIയുടെ കീഴിൽ NBBL നടപ്പിലാക്കിയ പുതിയ പ്ലാറ്റ്ഫോം ആണ് ബാങ്കിംഗ് കണക്ട് എന്ന് പറയുന്നത്. 2025 നവംബറിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് ലളിതമായും വേഗത്തിലും പൂർത്തിയാക്കാൻ
ഐയുടെ കീഴിൽ NBBL നടപ്പിലാക്കിയ പുതിയ പ്ലാറ്റ്ഫോം ബാങ്കിംഗ് കണക്റ്റാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഘടനയായ ഇന്റർനാഷണൽ കോ-ഓപ്പറേറ്റീവ് അലയൻസിന്റെ കാർഷിക പാരിസ്ഥിതിക കാര്യങ്ങൾക്കുള്ള ഏഷ്യ പസഫിക് കമ്മിറ്റിയുടെ വൈസ് ചെയർപേഴ്സണായി 2025 നവംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് TK കിഷോർ കുമാറാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഘടനയായ ഇന്റർനാഷണൽ കോ-ഓപ്പറേറ്റീവ് അലയൻസിന്റെ കാർഷിക പാരിസ്ഥിതിക കാര്യങ്ങൾക്കുള്ള ഏഷ്യ പസഫിക് കമ്മിറ്റിയുടെ വൈസ് ചെയർപേഴ്സണായി 2025 നവംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി ഹരിയാനയാണ്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി ഹരിയാനയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ വേഗത്തിൽ പറഞ്ഞിട്ട് പോകാം. ആദ്യം 2025 നവംബറിൽ അന്തരിച്ച പ്രമുഖ ബോളിവുഡ് നടനാരാണ്? ധർമ്മേന്ദ്രയാണ്. അദ്ദേഹം ഹീമാൻ, അതുപോലെ ബോളിവുഡിന്റെ ഗരം ധരം എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് ദിൽ ഭി തേരാ ഹം ഭി തേരെ എന്ന് പറയുന്നത്. 2012 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. 2004 മുതൽ 2009 വരെ രാജസ്ഥാനിലെ ബിക്കാനീറിനെ പ്രതിനിധാനം ചെയ്ത് BJP ടിക്കറ്റിലെ ലോക്സഭാ MP ആയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കേരള ബാങ്ക് പ്രസിഡന്റായ സ്ഥാനമേറ്റത് P മോഹനനാണ്. 2025 അന്തരിച്ച ജമൈക്കൻ സംഗീതജ്ഞനും നടനുമായ വ്യക്തിയാണ് ജിമ്മി ക്ലിഫ് എന്ന് പറയുന്നത്. അതുപോലെ ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ഷാലു മരതക തിക്കമ്മയാണ്. അവരും 2025 നവംബറിൽ അന്തരിച്ചു. ഇനി കായികത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2025 നവംബറിലെ വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. തുടർച്ചയായ 2ാം കിരീടമാണ് നേടിയത് എന്ന് പറഞ്ഞു. ഫൈനലിൽ ചൈനീസ് തായ്പേയിയാണ് തോൽപ്പിച്ചത്. ഇതിൻ്റെ വേദി ബംഗ്ലാദേശിലെ ധാക്കയിലാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു? ഇന്ത്യയാണ് പറഞ്ഞു. അതുപോലെ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യന്മാരായ രാജ്യവും നമ്മുടെ ഇന്ത്യ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. 2025 ഡേവിഡ്സ് കപ്പ് ജേതാക്കൾ ആരായിരുന്നു? ഇറ്റലിയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ 1300 ഗോൾ പങ്കാളിത്തം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? മെസ്സിയാണ്. 2025 നവംബറിൽ 5 മുതൽ 10% വരെ ഓഹരികൾ വിൽക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപനം നടത്തിയത് റയൽ മാഡ്രിഡ് എന്ന ഫുട്ബോൾ ക്ലബ്ബാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് എൽദോസ് പോളാണ്. അദ്ദേഹം ഒരു ട്രിപ്പിൾ ജംപ് താരമാണ്. അതുപോലെ ലോകകപ്പ് ജേതാവാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി യവോഹിർ സിന്ദ്രോവാണ്. ഇന്ത്യയിലെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇഷ ശർമ്മയും 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് സരയു വെൽപുലയുമാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് രോഹിത് ശർമ്മയാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് വിക്രം നാഥാണ്. സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. 2026 നടക്കുന്ന വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് മുന്നോടിയായി 2025 നവംബറിൽ നടന്ന മെഗാലയത്തിലെ വിലയേറിയ താരമായി മാറിയത് ദീപ്തി ശർമ്മയാണ്. FBMS സിസ്റ്റം, അതായത് ഫാമിലി ബെനിഫിറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പുറത്തിറക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ക്ഷേമ പദ്ധതികളുടെ പൊതു സേവനങ്ങളുടെയും വിതരണത്തിനായി ഓരോ വീടിനെയും ഒരൊറ്റ യൂണിറ്റായി കണക്കാക്കുന്ന ഡാറ്റ അധിഷ്ഠിത ചട്ടക്കൂടാണ് ഫാമിലി ബെനിഫിറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മാരിടൈം മേഖലയുടെ വികസനത്തിനും പശ്ചാത്തല സൗകര്യ വിപുലീകരണത്തിനും എളുപ്പത്തിൽ പണം ലഭ്യമാകാനും പുതിയ ബാങ്കിതര ധനകാര്യ കമ്പനിക്ക് രൂപം നൽകി ആര്? കേന്ദ്ര സർക്കാർ. അതാണ് സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് MSMFCL എന്ന പേരിൽ രാജ്യത്തെ ആദ്യ മാരിടൈം NBFCക്കാണ് തുടക്കമായത്. ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ 144990 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പലാണ് INS മാഹി എന്ന് പറയുന്നത്. മുംബൈയിലാണ് കമ്മീഷൻ ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് നിർമ്മിച്ചത്. ഇതിനെ നിശബ്ദ വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. നാവികസേനയ്ക്കായി കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേദ കപ്പലിൽ ആദ്യത്തേതാണ് മാഹി. ശത്രുക്കളുടെ അന്തർവാഹിനികളെ തകർക്കാൻ തീരദേശ പെട്രോളിംഗ് എന്നിവയാണ് പ്രധാന ലക്ഷ്യം. INS മാഹിയുടെ ചിഹ്നത്തിൽ ഉറുമിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിലെ സമുദ്രനിരപ്പിൽ നിന്ന് 13,000
710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളമാണ് ന്യേമ എന്ന് പറയുന്നത്. 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണ ഇന്ത്യൻ യുദ്ധവിമാനമാണ് തേജസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കുർനൂൽ, ആന്ധ്രാപ്രദേശിലാണ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് പി മോഹനൻ. എത്യോപ്യയിൽ ഏത് അഗ്നിപർവ്വതമാണ് 2025 നവംബറിൽ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലിയാണ്. 12,000 വർഷമായി നിദ്രയിലായിരുന്നു. 2025 ജൂലൈ 15 ലോകാരോഗ്യ സംഘടന ഏത് ആഫ്രിക്കൻ രാജ്യത്തെയാണ് ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ചത്? സെനഗലിനെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസീലിലെ ബെലേം എന്ന് പറയുന്നത്. 2025 നവംബറിൽ യുണിസെഫ് സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതനായ തെന്നിന്ത്യൻ ചലച്ചിത്ര താരമാണ് കീർത്തി സുരേഷ്. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ 8 ചീറ്റകൾ ഇന്ത്യക്ക് നൽകിയ രാജ്യമാണ് ബോട്സ്വാന എന്ന് പറയുന്നത്. 2026 നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി വേദിയാണ് ഡൽഹി. 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസിന് വേദിയാകുന്നത് മുംബൈയാണ്. ഇന്ത്യയിലെ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് മലപ്പുറത്തെ കോട്ടയ്ക്കൽ. 2025 നവംബറിൽ GI ടാഗ് ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നമാണ് പന്ന വജ്രം. 2025 നവംബറിൽ ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറിയായി നിയമിതനായത് അമിത് അഗർവാളാണ്. 2025 നവംബറിൽ സെബിയുടെ മുഴുവൻ സമയ മെമ്പറായി നിയമിതനായത് സന്ദീപ് പ്രധാൻ ആണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് സുനിൽ പാലിവാളാണ്. ജോയിൽ ക്രെഡിറ്റിംഗ് മെക്കാനിസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഉഭയകക്ഷി സംരംഭമാണ് ജപ്പാൻ. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജോഹാനസ്ബർഗ്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്ക് ട്രായ് ഏർപ്പെടുത്തിയ പുതിയ നമ്പർ സീരീസാണ് 161600. 2025 നവംബറിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് ലളിതമായും വേഗത്തിലും പൂർത്തിയാക്കാൻ NPCIയുടെ കീഴിൽ NBBL നടപ്പിലാക്കിയ പുതിയ പ്ലാറ്റ്ഫോമാണ് ബാങ്കിംഗ് കണക്ട് എന്ന് പറയുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഘടനയായ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ കാർഷിക പാരിസ്ഥിതിക കാര്യങ്ങൾക്കുള്ള ഏഷ്യ പസഫിക് കമ്മിറ്റിയുടെ വൈസ് ചെയർപേഴ്സണായി 2025 നവംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് TK കിഷോർ കുമാറാണ്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി ഹരിയാനയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.